എന്തായാലും ഒന്ന് പറയാം, ഞങ്ങളുടെ അറിവിൽ ഇങ്ങനൊരു ബന്ധു ഞങ്ങൾക്ക് ഇല്ല. പിന്നെ ഇരണിയൽ കുടുംബമാണോ അതാണോ അത് അദ്ദേഹം തെളിയിക്കട്ടെ. പിന്നെ ഒരുപാട് ബന്ധുക്കൾ ഇങ്ങനെ പൊട്ടി വരും, അവിടെ ഇവിടെയൊക്കെ ബന്ധുക്കൾ. പക്ഷെ ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾക്ക് അങ്ങനെ ബന്ധുക്കളാണെങ്കിൽ അവർ തെളിയിക്കട്ടെ എങ്ങനെയാണ് ബന്ധുവായതെന്ന്. ഏത് വഴി, അച്ഛൻ വഴിയോ അമ്മ വഴിയോ. ശബരിമലയിൽ എത്ര 100 കോടിയുടെ നഷ്ടം വന്നു പറഞ്ഞാൽ പത്മനാഭസ്വാമിയിൽ 500 കോടിയുടെ കളവ് നടന്നിട്ടുണ്ട്. എന്ത് പറ്റി ഇത്രയും നാൾ കോടതിയിൽ അതിരുന്നപ്പോൾ പറയാത്തത്? എല്ലാവരും ചീത്ത പറയുന്നുണ്ട്, തന്ത്രിയെ ചീത്ത പറയുന്നുണ്ട്. ആരെയാണ് ചീത്ത പറയാത്തത്? പ്രസിഡന്റ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഒട്ടും ചീത്ത പറയുക നമ്മൾ മാത്രം. വെള്ളിപ്പാത്രം, ഒറ്റ സ്വർണ്ണപാത്രം പോലും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ ആരും ഒരു സ്വർണ്ണപാത്രത്തിൽ ആഹാരം കഴിച്ചത്, അതോ ഒരു സ്വർണ്ണപാത്രം ആഹാരം കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതും ഇല്ല. അല്ലാതെ ഈ മനുഷ്യൻ്റെ വായ അടച്ച് കെട്ടാൻ ഒക്കില്ല. പണ്ടും ശ്രീരാമൻ്റെ കാലത്ത് അപവാദം പറഞ്ഞുകൊണ്ടിരുന്നു ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 3 or 4 പാവാടയാണ്. അത്രമാത്രം. പച്ച പാവാട അമ്മാവിൻ്റെ പിറന്നാളിന്, ചുമന്ന പാവാട അമ്മൂമ്മയുടെ പിറന്നാളിന്, പിന്നെ ഒരു നീലയും ഒരു മഞ്ഞയും. അത് ബാക്കി ഒക്കേഷൻസിന്. പിന്നെ ഇപ്പോൾ വല്ല AC ഹാളിൽ വല്ല കല്യാണത്തിനോ വല്ലതും പോകുന്നുണ്ടെങ്കിൽ ഒരു പട്ട് സാരി വിഷമിച്ച് ഉടുക്കും. അത് അഴിച്ചു വയ്ക്കുമ്പോഴുള്ളൊരു സുഖം, ഈ വെയിറ്റ് ഉള്ളതൊക്കെ. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരാളെ കാണുമ്പോൾ തൊഴുന്നത്, ഈ കൈ പിടിച്ച് കുലുക്കുന്നതിന് വരെ. ഇന്ന് സായിപ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾ പ്ലാവില കൂട്ടി കൊടുക്കും. സായിപ്പിന് എന്തൊരു അഡ്മിറേഷനാണെന്നറിയാമോ ഈ പ്ലാവില. ഈ പ്രിൻസസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സുകളൊക്കെ അമ്മയുടെ ആയിരുന്നതും അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിൻസസിൻ്റെ അമ്മയുടെ ഡ്രസ്സും ആയിരുന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇറ്റ് വെൻ ഡൗൺ. എൻ്റെ മകള്, ചേച്ചിയുടെ മകള്, ലേഖ, എല്ലാവരും ആ ഡ്രസ്സുകൾ. പക്ഷേ അന്നത്തെ ഡ്രസ്സുകളെന്ന് പറഞ്ഞാലേ നല്ല ഈടുള്ള ഡ്രസ്സാണ്. ഓക്കെ. ഇന്നിപ്പോൾ എവരിത്തിങ് യൂസ് ആൻഡ് ത്രോ. അന്നങ്ങനെയല്ല. ഇപ്പോൾ ഒരു സാരി വാങ്ങിച്ച് വെട്ടി ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ പാവാട തയ്ക്കും. ഇപ്പം നമുക്കിവിടെ ട്വിൻസ് ഉണ്ട്. ഒരു സാരി വെട്ടി പാവാട തയ്ക്കാൻ പറഞ്ഞാൽ ടൈലർ പറഞ്ഞ് നോക്കൂല എന്ന്, തുണി തികയില്ല എന്ന്. അന്ന് ഒരു സാരി വെട്ടിയാണ് പാവാട തയ്ച്ചുകൊണ്ട്. ഇപ്പോൾ എന്തൊന്നും ബോക്സ് പ്ലീറ്റ് വയ്ക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ടൈലർ പറഞ്ഞു, അതുകൊണ്ട് അത് തികയില്ല എന്ന്. പിന്നെ സാരിയൊക്കെ സൂക്ഷിച്ച് മടക്കി, അതെങ്ങനെ ഈ മടക്ക് ഒരേ മാതിരി മടക്കരുതെന്ന് പറയും. കുറച്ച് പ്രാവശ്യം ഇങ്ങനെ മടക്കിയാൽ അടുത്ത തവണ ഇങ്ങനെ മടക്കണം. അപ്പോൾ ആ മടക്കിൻ്റെ അവിടെ വെച്ച് പൊടിഞ്ഞു പോവില്ല. പിന്നെ ഇതൊക്കെ കാറ്റ് കൊള്ളിക്കും. നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ ഉടനെ മടക്കി വയ്ക്കില്ല. ഒന്ന് ശകലം ഒരു അയ കെട്ടി അതിലിട്ട് ഒന്ന് കാറ്റ് കൊള്ളിക്കും. അപ്പം അതായത് ഇവിടെ ഒരാളൊരു സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ പണ്ട് ഏകദേശം ഒരു 3 to 4 ജനറേഷൻ വരെയൊക്കെ അത് യൂസ് ചെയ്യും, സുഖമായിട്ട് കൊടുക്കും. പിന്നെ അഥവാ അങ്ങനെ കീറിപ്പോയാലും ബോർഡറുകൾ, അന്ന് ഒരുപാട് അറ്റാച്ച്ഡ് ബോർഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ബോർഡറൊക്കെ ഇതാ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. 100 കൊല്ലമായ ബോർഡർ. അതെന്ത് ചെയ്യും? അത് വേറെ തുണിയിൽ വെച്ച് അറ്റാച്ച് ചെയ്യും. ടൈലറൊക്കെ കൊടുത്തിട്ട് ഒരു പ്ലെയിൻ തുണി വാങ്ങിച്ച് ആ ബോർഡർ അതിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്നൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അതൊന്നും കറുത്തിട്ടില്ല, അതൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല, നല്ല കണ്ടീഷനായിരിക്കുന്നു. അതായത് ഒരു പാവാട വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ടക്കനിട്ട് അടിച്ചിട്ട് അതെ അഴിച്ചഴിച്ചിങ്ങനെ വിടും. അഴിച്ചഴിച്ച് വിടുമ്പോൾ ചിലപ്പോൾ നിറവ്യത്യാസം വരും. വെയിൽ കൊണ്ട് നിറയ്ക്കണം. അതെ, നിറവ്യത്യാസം വരുന്ന അപ്പം ഞങ്ങൾ ഉടുക്കില്ല. ഞങ്ങൾക്ക് ഈ നിറവ്യത്യാസമുള്ള പാവാട ഉടുത്തുകൊണ്ട് വി ഡോണ്ട് വാണ്ട് ടു ഗോ സംവെയർ. അപ്പോഴാണ് ഒരു പുതിയ പാവാട വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 3 or 4 പാവാടയാണ്. അത്രമാത്രം. പച്ച പാവാട അമ്മാവിൻ്റെ പിറന്നാളിന്, ചുമന്ന പാവാട അമ്മൂമ്മയുടെ പിറന്നാളിന്, പിന്നെ ഒരു നീലയും ഒരു മഞ്ഞയും. അത് ബാക്കി ഒക്കേഷൻസിന്. എത്ര വർഷമാണെന്നറിയാമോ ഈ ചുമന്ന പാവാടയും പച്ച പാവാടയും അമ്മാവിൻ്റെയും അമ്മൂമ്മയുടെയും പിറന്നാളിന് ഉടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു യൂണിഫോം പോലെ ഉടുത്തു. അതെ, അങ്ങനെ വരും. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യും സാധാരണ ഡ്രസ്സ്. സാധാരണ അതെല്ലാം കോട്ടണാണ് ഇപ്പോഴും. അതെ, എനിക്ക് സ്കിന്നിൻ്റെ അടുത്തിടുന്നത് ഐ ലൈക്ക് ഓൺലി കോട്ടൺ. മറ്റേത് ഈ ഇപ്പോഴത്തെ സിന്തറ്റിക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ ഈ വിശർത്ത് നാശമായി കഴിഞ്ഞാൽ അലക്കണ്ടേ. അപ്പോൾ അലക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളെ ഞങ്ങൾ ധരിക്കാറുള്ളൂ സാധാരണ. പിന്നെ ഇപ്പോൾ വല്ല AC ഹാളിൽ വല്ല കല്യാണത്തിനോ വല്ലതും പോകുന്നുണ്ടെങ്കിൽ ഒരു പട്ട് സാരി വിഷമിച്ച് ഉടുക്കും. അത് അഴിച്ചു വയ്ക്കുമ്പോഴുള്ളൊരു സുഖം, ഈ വെയിറ്റ് ഉള്ളതൊക്കെ. ഓക്കെ. സാധാരണ നമ്മളിവിടെ കേട്ടുവന്നിരിക്കുന്നത് വസ്ത്രം, അപ്പോൾ ഓരോ ദിവസത്തേക്ക് ഓരോ വസ്ത്രം,
ഭക്ഷണം കഴിക്കുന്നത് സ്വർണ്ണപാത്രം, വെള്ളിപ്പാത്രം? ഒറ്റ സ്വർണ്ണപാത്രം പോലും ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ ആരും ഒരു സ്വർണ്ണപാത്രത്തിൽ ആഹാരം കഴിച്ചത്, അതോ ഒരു സ്വർണ്ണപാത്രം ആഹാരം കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതും ഇല്ല. പക്ഷേ നമ്മൾ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്കറിയുന്നത് നിലത്തിരുന്ന് വാഴയിലക്കകത്തിരുന്ന് കഴിക്കുന്നു. കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കേവായിട്ട് വളച്ച് വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി വെച്ച് നമ്മുടെ ഈ ഇല വാട്ടി ഇങ്ങനെ ഒരു വളച്ച് ഒരു തിരികെ എന്ന് പറയുന്ന സാധനം, അതിൽ ഒരു വട്ടത്തിലുള്ള അതിൽ ഇറക്കി വെച്ച് പ്ലാവില കൊണ്ട്. ഇന്ന് സായിപ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾ പ്ലാവില കൂട്ടി കൊടുക്കും. സായിപ്പിന് എന്തൊരു അഡ്മിറേഷനാണെന്നറിയാമോ ഈ പ്ലാവില. അപ്പോൾ അവർക്കങ്ങനെ കൊട്ടാൻ നോക്കില്ല, ബിക്കോസ് പ്ലാവിലയ്ക്കൊരു ഒരു ഒരു കട്ടിയുണ്ട്. അപ്പോൾ കട്ടിയുള്ള ഇതുകൊണ്ടാണെങ്കിൽ സ്പൂൺ പോലെ എടുക്കാൻ നോക്കൂ. ഇപ്പോഴും ഇവിടെ എല്ലാവരും നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുക ഒരുമാതിരി. പക്ഷെ ഇപ്പം ചില ബുദ്ധിമുട്ടുകൾ, കാലിന് നടുവിനൊക്കെ ഓരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോൾ മേശയിലിരുന്ന് കഴിക്കും. അത് മാത്രമല്ല നമ്മുടെ ഗസ്റ്റുകാർക്കും മേശയില്ലാതെ വയ്യ. അപ്പം നമ്മൾ മാത്രം തറയിരുന്ന അവർക്കൊരു വിഷമമാണ്, അവർക്ക് തറയിരിക്കാൻ വയ്യ. എങ്കിലും ഇപ്പോഴും ഇരിക്കാൻ തറയില്ല, നാമം ജപിക്കാൻ തറയിലല്ലേ ഇരിക്കുന്നത്. പ്രിൻസസ്, ഇതുപോലെ ഈ റോയൽ ഫാമിലിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോറീസ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ കോൺകോപ്റ്റഡ് ആയിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഒരുപക്ഷെ പ്രിൻസസും കേട്ടിട്ടുണ്ടായിരിക്കാം ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു ബുക്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഈ മനുഷ്യൻ്റെ വായടച്ച് കെട്ടാൻ ഒക്കില്ല. പണ്ടും ശ്രീരാമൻ്റെ കാലത്ത് അപവാദം പറഞ്ഞുകൊണ്ടിരുന്നു ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ എന്നും ഭിന്നാഭിപ്രായമാണല്ലോ, ലോകോ ഭിന്ന രുചി എന്നാണല്ലോ. അപ്പം ഞാൻ കാണുന്നത് ഒന്നും നല്ലതായിട്ട് കാണുന്നത് വേറൊരാൾക്കത് നല്ലതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ അഭിജിത്തിന് ഇത്ര മുടിയുണ്ട്, യു ലൈക്ക് ഇറ്റ്, ഡോണ്ട് യു? ഐ മേ നോട്ട് ലൈക്ക് ഇറ്റ്. മുടി വളർത്തുന്ന ഇഷ്ടമാവില്ലായിരിക്കും ചിലർക്ക് ഇഷ്ടമാണ്. ഇപ്പം കാതിൽ പണ്ടൊക്കെ കടുക്കനിട്ടുകൊണ്ടിരുന്നു പുരുഷന്മാർ, പിന്നെ അത് തീരെ ഇല്ലാതെ ഇപ്പം കാണുന്നുണ്ട് ഓരോരുത്തർ കാതിൽ. അത് മാത്രമല്ല, ഒരു ചെറിയ ഇങ്ങനെ തൂങ്ങുന്ന സാധനം പോലും ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ഇപ്പോഴും. അപ്പം അതൊക്കെ കാലത്തിനനുസരിച്ച് ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരാൾക്ക് ഇഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടമാവണമെന്ന് നമ്മൾ വിചാരിക്കാൻ ഒക്കില്ലല്ലോ. അപ്പം അവരെന്തോ വിചാരിച്ചോട്ടെ, എന്തോ പറഞ്ഞോട്ടെ, നമുക്കെന്താ. നമ്മുടെ മനസാക്ഷി ക്ലിയർ ആണെങ്കിൽ ഈ പറയുന്നതിലൊന്നും വലിയൊരു വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ പറയുന്നവനായിരിക്കും ഒടുക്കം അത് തിരിച്ചു വന്ന് അടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ശബരിമലയിൽ എത്ര 100 കോടിയുടെ നഷ്ടം വന്നു പറഞ്ഞാൽ പത്മനാഭസ്വാമിയിൽ 500 കോടിയുടെ കളവ് നടന്നിട്ടുണ്ട്. എന്ത് പറ്റി ഇത്രയും നാൾ കോടതിയിൽ അതിരുന്നപ്പോൾ പറയാത്തത്? ഇപ്പം കണ്ടുപിടിച്ചോ 500 കോടിയുടെ പോയി എന്ന്? എവിടെ പോയി, ആര് കൊണ്ടുപോയി, എങ്ങനെ പോയി, അതൊന്നും പറയുന്നില്ല. ഈ കൊണ്ടുപോയി എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ അത്ര നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ അന്ന് ഈ കേസ് 9 കൊല്ലം നടന്നു, 9 കൊല്ലമോ 10 കൊല്ലമോ നടന്നു ഈ കേസ്. പറയാമായിരുന്നല്ലോ, ഞങ്ങൾക്കും തെളിവുകളുണ്ടെന്ന് പറയാമായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ. പിന്നെ പല ആളുകളെയും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പറയൂല, അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ ഒക്കില്ല. അപ്പോൾ നമുക്ക് പറയാം, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അങ്ങനെ ആയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ടായിരുന്നെങ്കിൽ അത് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും പറയാമായിരുന്നല്ലോ. പ്രിൻസസ്, ഈ ടെമ്പിളുമായിട്ട് നടന്ന കേസുണ്ടല്ലോ, ആ കേസിൻ്റെ സമയത്ത് ആക്ച്വലി ഇവിടെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അല്ല, നമുക്ക് വളരെ വിഷമമായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ അത് കലങ്ങി തെളിഞ്ഞത് നന്നായി എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇനിയും പറയാനൊക്കില്ലല്ലോ, ഇനിയും പറയുന്നുണ്ട് എങ്കിലും അതിനൊരു ലീഗൽ സ്റ്റാൻഡിങ് ഇല്ലല്ലോ. എല്ലാവരെയും ചീത്ത പറയുന്നുണ്ട്, തന്ത്രിയെ ചീത്ത പറയുന്നുണ്ട്. ആരെയാണ് ചീത്ത പറയാത്തത്? പ്രസിഡന്റ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഒട്ട് ചീത്ത പറയുക നമ്മൾ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ വളർന്നു വരുന്ന കാലത്ത് വ്യക്തിക്ക് ഒരു ബഹുമാനം നമ്മൾ കൊടുക്കും, പിന്നെ കസേരയ്ക്കും ഒരു ബഹുമാനം കൊടുക്കും. ആ കസേരയിൽ ആരാണ് ഇരിക്കുന്നതെന്നുള്ളതല്ല നോക്കുന്നത്. ഇപ്പോൾ ഒരു ചീഫ് മിനിസ്റ്റർ, ഒരു പ്രൈം മിനിസ്റ്റർ, ആ കസേരയ്ക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കും. ഐ മേ നോട്ട് എഗ്രി, അപ്പം അദ്ദേഹം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം. അല്ലാതെ ഇത് എന്തൊക്കെയാ വായു തോന്നുന്ന എല്ലാവരും പറയുക. പിന്നെ ഈ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ അവർ ഭീരുക്കളാണ്. എന്തുകൊണ്ട്? അവരുടെ പേരിലല്ല പറയുന്നത്,
ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെയാണ് നമ്മളൊരു അഭിപ്രായം പറയുന്നത്, യോജിക്കുന്നതോ കർക്കശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതോ. അപ്പം താൻ ആരെന്നാർക്കും അറിഞ്ഞൂടാ. അപ്പം ആ ഒളിവിൽ ഒരു ഭീരുവാണ് ഈ അഭിപ്രായം പറയുന്നത്. പിന്നെ ആർക്കും എന്തും പറയാം. നമ്മൾ ഒരു പരിചയമില്ലാത്തവരായി പറയുന്നത്, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞും കൂടാത്തവരാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നില്ലേ? ട്രംപിനെ പറ്റി പറയുന്നില്ലേ അഭിപ്രായങ്ങൾ? അദ്ദേഹത്തിന് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ഈ പറയുന്നത്? നമുക്ക് എല്ലാത്തിനും അഭിപ്രായമുണ്ട്. മീൻസ് അതുപോലെ ഈ ഏകദേശം ഒരു 2 to 4 years തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണെന്ന് പറഞ്ഞിട്ട് പ്രിൻസ് ഓഫ് ഇരണിയൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, അദ്ദേഹം അനിയന്ത്രിത മാർത്താണ്ഡവർമ്മയുടെ പുനർജന്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകളിടുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂറിനെ അദ്ദേഹം തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വ്യക്തികളുടെ ഇടയ്ക്കലും ഒക്കെ പറഞ്ഞായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല, പുനർജന്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മൾ എന്തോന്നായിരുന്നു എന്ന്? എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം ആ കഴിവുണ്ടെങ്കിൽ ഉണ്ടെന്ന് തെളിയിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്തോന്നായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അടുത്ത ജന്മത്തിൽ എന്തോന്നായിട്ട് വരുന്നു എന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഭഗവാന്റെ അടുത്ത് പറയും, എത്ര ജന്മം ഉണ്ടെങ്കിലും അത് എന്തെങ്കിലും ഒരു രീതിയിൽ ഭഗവാനെ സേവിക്കാനുള്ളൊരു ജന്മമായിരിക്കണേ. ഒരു കൊതുവാണെങ്കിലും ഒരു ഈച്ചയാണെങ്കിലും അങ്ങനെ ഒരു ജന്മമായിരിക്കണം. ഒരു പൂച്ചയായിട്ട്, പൂച്ച ഓടിക്കയറും, ഗർഭഗൃഹത്തിനകത്ത് ഓടിക്കയറുന്ന കാണും. പത്മനാഭസ്വാമി പോലില്ലേ, ഗർഭഗൃഹത്തിൽ പൂച്ച ഓടിക്കയറും. അവിടെ എന്ത് ഭാഗ്യം ചെയ്ത പൂച്ച ഇല്ലേ? ഭഗവാന്റെ ആ ഗർഭഗൃഹത്തിനകത്ത് ഓടിക്കയറുന്നു. അത് ഏതെങ്കിലും ഒരു പുണ്യാത്മാവായിരിക്കും. അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ. ഇനി മുജ്ജന്മത്തിൽ എന്തോന്നായിരുന്നു എന്ന് പറയാൻ കഴിവുള്ള ആൾക്കാർ, നമ്മളത് അതിനെപ്പറ്റി ഒരഭിപ്രായവും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരുപാട് ബന്ധുക്കൾ ഇങ്ങനെ പൊട്ടി വരും, അവിടെ ഇവിടെയൊക്കെ ബന്ധുക്കൾ. പക്ഷേ ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾക്ക് അങ്ങനെ ബന്ധുക്കളാണെങ്കിൽ അവർ തെളിയിക്കട്ടെ എങ്ങനെയാണ് ബന്ധുവായതെന്ന്. ഏത് വഴി, അച്ഛൻ വഴിയോ അമ്മ വഴിയോ, അവർ തെളിയിക്കട്ടെ. നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. അതായത് പ്രിൻസസ് പറയുന്നത് ഇപ്പം ആക്ച്വലി ഇപ്പം ഇദ്ദേഹം വിഘടനവാദമാണ് പറയണത്. ഇന്ത്യയിൽ നിന്നിട്ട് തിരുവിതാംകൂറിനെ വേർപെടുത്തുമെന്നും അദ്ദേഹം അവിടുത്തെ രാജാവാണെന്ന്, ഇരണിയൽ രാജാവാണെന്ന് ഗൗതം പത്മനാഭ വർമ്മ എന്നാണ് അദ്ദേഹം പറയണത്. ആണോ? പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ ബേസ് ചെയ്തിട്ടാണ് കവടിയാർ ഫാമിലിയെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഭള്ളു പറഞ്ഞുകൊണ്ടേ ഇരിക്കണതൊക്കെ തന്നെ. എന്തായാലും ഒന്ന് പറയാം, ഞങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു ബന്ധു ഞങ്ങൾക്ക് ഇല്ല. പിന്നെ ഇരണിയൽ കുടുംബമാണോ അതാണോ അത് അദ്ദേഹം തെളിയിക്കട്ടെ. നമ്മൾ ആരെ ഒന്നും എതിർത്ത് അല്ല എന്ന് പറയുന്നില്ല, അവർ തെളിയിക്കട്ടെ. ഹൂസ് യുവർ ഫാദർ, ഹൂസ് യുവർ മദർ? ആരും പൊട്ടി ജനിച്ചതല്ലല്ലോ, ഉത്ഭവിച്ചതല്ലോ, സ്വയംഭൂവായിട്ട് ഉത്ഭവിച്ചതല്ലല്ലോ. അപ്പോൾ ഒരു അച്ഛൻ കാണും, ഒരു അമ്മ കാണും, അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ കാണുമല്ലോ. അവരൊക്കെ ആരാണെന്ന് പറയട്ടെ. പ്രിൻസസ് ഈ ഇരണിയൽ രാജകുമാരൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചെറിയ തലത്തിലൊക്കെ, വലിയ രീതിയിലല്ലെങ്കിൽ പോലും. പക്ഷെ ഇതിനെപ്പറ്റി നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാവുന്നത്, ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന ശശിഭൂഷൺ, അതായത് നേരത്തെ സാഹിത്യ നിരൂപകനായിരിക്കുന്ന ഗുപ്തൻ നായരുടെ മകൻ ശശിഭൂഷൻ്റെ മകനാണ് ഇദ്ദേഹം എന്നാണ് അറിയണത്. പ്രിൻസസിന് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാനില്ല. ഇപ്പോൾ ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്നല്ലാതെ നമ്മൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, വിവരം വരട്ടെ, സത്യം പറയട്ടെ. പ്രിൻസസ് അതുപോലെ തന്നെ മഹാപെരിവരെ പ്രിൻസസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഒരിക്കലല്ല, പലതവണയും കണ്ടിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ കണ്ടത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ തീരെ കൊച്ചുകുട്ടിയായിരുന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് കാഞ്ചീപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, ചെന്നൈയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വില്ലേജ് കാഞ്ചീപുരത്തിന് വെളിയിൽ, അവിടെ എനിക്ക് ഓർമ്മയുണ്ട്. മൈ ഹസ്ബൻഡ് ആൻഡ് ഐ, എൻ്റെ കസിൻ ആൻഡ് ഹെർ ഹസ്ബൻഡ്, അവരുടെ മകൻ ചെമ്പക്കുടി ശ്രീനിവാസ അയ്യർ, ഭാഗവതർ, അദ്ദേഹത്തിന് വലിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു കാഞ്ചി മഠത്തിൽ. ഞങ്ങൾ 2 കാറിലായിട്ട് കാഞ്ചീപുരത്ത് പോകുമ്പോൾ അദ്ദേഹം കാഞ്ചീപുരത്തില്ല, അതിൻ്റെ അടുത്തൊരു ചെറിയ വില്ലേജിൽ ആയിരുന്നു. അപ്പോൾ എന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുമ്പം വിശ്വസിക്കാൻ വയ്യ, റോഡിൻ്റെ പക്കത്ത് അദ്ദേഹം നിൽക്കുന്നു ഏകനായിട്ട്. അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ കാർ അവിടെ നിർത്തി ആ റോഡിൽ നമസ്കരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടെ വരാൻ. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നടന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ആശ്രമം അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അദ്ദേഹം ഏത് ഭാഷയാണ് നമ്മുടെ എന്ന് വെച്ചാൽ ആ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കും. ഇപ്പം നമ്മൾ മലയാളികളാണെങ്കിൽ അദ്ദേഹം മലയാളത്തിൽ പറയും, നല്ല മലയാളം. നല്ല മലയാളം.
തമിഴാണെങ്കിൽ തമിഴിൽ പറയും. അതും എന്തൊരു ഓർമ്മശക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട്, അന്ന് വല്യച്ഛനൊക്കെ ഉണ്ട് കൂടെ, ഈ ആലക്കോട്ട് രാജാവെന്ന് പറഞ്ഞ വല്യച്ഛനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഒരിക്കൽ പോയി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അന്ന് നിങ്ങളുടെ കൂടെ വന്ന ആ പ്രായമായ ഒരാൾ അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര പേര് വരുന്നു കാണുന്നു, അപ്പോൾ നമ്മുടെ കൂടെ പ്രായമായ ഒരാൾ വന്നു എന്നുള്ള അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കാൻ കൂടെ നിൽക്കുന്നവർ പറയും എന്ത് ചോദിക്കണം. അപ്പോൾ ഓരോരുത്തരും ഒന്ന് ചോദിക്കുന്നത്, മകളുടെ കല്യാണം ആയില്ല, മകന് ജോലി ആയില്ല, കുട്ടികളുടെ പഠിത്തം. ഒരാൾ വന്നിരുന്നു ഒരു കെട്ട് ഈ ലോട്ടറി ടിക്കറ്റും കൊണ്ട്, ഈ ടിക്കറ്റ് ഒന്ന് അനുഗ്രഹിച്ച് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും ചോദിക്കാം. വലിയ ആളുകൾ നമ്മൾ എന്താ ചോദിക്കുക? ലോക സംസ്ഥ സുഖിനോ ഭവന്തു, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും വേണം എന്നുള്ളതല്ലാതെ നമ്മളങ്ങനെ പല വലിയ ആളുകളെയും കണ്ടിട്ടുണ്ട്. അതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ പ്രിൻസസ്, ഇവിടെ മോദി വന്നിട്ടുണ്ടായിരുന്നു. ആ, അപ്പം അതിൻ്റെ ഒരു വിശേഷം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അതായത് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുന്നതിന് മുമ്പാണ് വന്നിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഇത് കൊടുക്കാൻ വേണ്ടി അതിന് മുമ്പാണ് വന്നത്. എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാ. അപ്പോൾ പിറ്റേ ദിവസം ചോദിച്ചു, മോഡിയപ്പം ജയിച്ചോ? ഞങ്ങൾ പറഞ്ഞു അതൊന്നും ആയില്ല ഇവിടെ. അപ്പോൾ ദിവസം ചോദിക്കും, മോഡിയപ്പം ജയിച്ചോ? അപ്പോൾ അവർക്കതൊരു ഇറ്റ് വാസ് എ പേഴ്സണൽ, ഞങ്ങളുടെ ഫ്രണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കരിസ്മ ഉള്ള ഒരാളാണ്. ദാറ്റ് ഈസ്, ഇപ്പോൾ ഈ പല ആളുകൾക്കും ഉണ്ടല്ലോ, നമുക്ക് ആളുകളൊന്ന് നോക്കും. വെദർ യു എഗ്രി വിത്ത് വാട്ട് ഹി സെസ് ഓർ ഡസ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റൻ ഓൾ ടുഗെദർ. ബട്ട് ഹി ഹാഡ് certainly ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം എങ്ങനെയായിരുന്നു ഇപ്പം നമ്മുടെ ബിഹേവ് ഒക്കെ ചെയ്തത്? വളരെ ഈസി, വളരെ ഒരു ഈസി ആയിട്ട്. അപ്പം കൊച്ചമാവനുണ്ട്, കൊച്ചമാവൻ എണീക്കാൻ ബുദ്ധിമുട്ട്, അദ്ദേഹം പിടിച്ചെണീപ്പിക്കുകയായിരുന്നു. ആ ഒരു കാലിലൊക്കെ തൊട്ട് കൊച്ചമാവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച്, ബിക്കോസ് അത് അവരുടെ കൾച്ചറാണ്. ഈ അതൊന്നും അവർക്കൊരു മോശമായിട്ട് കരുതിയിട്ടേ ഇല്ല. പിന്നെ വൺ മോർ തിങ്, എല്ലാവരെയും തൊഴുവായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഒരാളെ കാണുമ്പോൾ തൊഴുന്നത്, ഈ കൈ പിടിച്ച് കുലുക്കുന്നതിന് വരെ. പുരുഷനും സ്ത്രീയും ഒക്കെ ഇപ്പോൾ കൈ പിടിച്ച് കുലുക്കുക, തോളത്തെ കൈയിടുക, അതൊക്കെയാണ് ഇപ്പം ഉള്ളത്. പക്ഷെ നമ്മളൊക്കെ വളരുന്ന കാലത്ത് എല്ലാവരും നമ്മുടെ ഭാരതീയ രീതി ഉണ്ടല്ലോ, ഒന്ന് തൊഴുത് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊച്ചാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുമാതിരി ആരെങ്കിലും വരികയാണെങ്കിൽ, ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ടേ പഠിപ്പിച്ചതാണ്, ഇരിക്കുകയാണെങ്കിൽ എണീച്ച് നിൽക്കണം. ഡസൻറ്റ് മാറ്റർ ഹൂ ഇറ്റ് ഇസ്. നമ്മുടെ ഇവിടെ ഒരു അതിഥി വരികയാണെങ്കിൽ നമ്മൾ എണീച്ച് നിൽക്കണം. അപ്പം അങ്ങനെയൊക്കെ ശീലിച്ച്, ഇപ്പോൾ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു കുട്ടിയും എണീച്ച് നിൽക്കില്ല. ക്ലാസ് ടീച്ചർ വരുമ്പോൾ എണീച്ച് നിൽക്കില്ല. അവർ ചോദിക്കുക, സാറന്മാർ ചോദിക്കുക, ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്താ കുഴപ്പം, അവരെല്ലാം ചാടി എണീക്കുന്നു. അവിടെ ടീച്ചറെ പേരല്ലേ വിളിക്കുന്നത്, അച്ഛനെയും അമ്മയും പേരല്ലേ വിളിക്കുന്നത്. മീൻസ് അതുപോലെ ഇവിടെ നേരത്തെ രാഷ്ട്രപതിയായിരിക്കും APJ അബ്ദുൽ കലാം സാർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും പ്രിൻസസിൻ്റെ മോനും തമ്മിൽ വളരെ അടുത്ത കമ്പനിയാണെന്നും പറഞ്ഞു. അത് സംഗീതം വഴിയാണ്. അദ്ദേഹം ഒരു വൈണികനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. എൻ്റെ മകനും പാട്ടും വീണയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടാക്റ്റ് അദ്ദേഹം രാഷ്ട്രപതിയാവുന്നതിന് മുമ്പേയും അത് കഴിഞ്ഞിട്ടും ആ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു. വളരെ ഒരു സിമ്പിൾ സാത്വികനായ ഒരു മനുഷ്യൻ. അത് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പ്രാവശ്യമാണ് വന്നേക്കുന്നത് അല്ലേ പ്രിൻസസ്? അല്ല, ഒരിക്കലല്ല, അത് കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷെ പ്രസിഡൻ്റായിട്ട് ഒരിക്കലാണ് വന്നിട്ടുള്ളത്. അത് വന്ന എൻ്റെ മകൻ്റെ പിറന്നാളിനാണ്, അന്നായിരുന്നു വന്നത്. അപ്പോഴാണ് നമ്മൾ പായസം പറഞ്ഞു, പ്രഥമൻ എന്ന് ജോക്കുമൊക്കെ പറഞ്ഞ് പായസമൊക്കെ കുടിച്ചിട്ട് പോയി. പിന്നെ KR നാരായണൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് അല്ലേ? വൈസ് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കാമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ബിക്കോസ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ ചോദിച്ചു അദ്ദേഹത്തിന് കൊടുക്കാമോ എന്ന്. അപ്പോൾ പറഞ്ഞു അമ്പലത്തിലെ പാൽപ്പായസം കൊടുക്കാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു കൊടുക്കാം, പക്ഷേ അവരുടെ ടേസ്റ്റേഴ്സ് ആദ്യം കുടിച്ചു നോക്കും. അപ്പം നമ്മൾ ചോദിച്ചു എത്ര പേര് വരും എന്ന്. അവർ പറഞ്ഞു 5, മാക്സിമം സെക്യൂരിറ്റി ഒക്കെ കൂടെ 10. നമ്മളെന്തായാലും 35 പേർക്ക് പറഞ്ഞിരുന്നു. ഇവരെ ഈ ചെക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ ഓരോ ഗ്ലാസ് പാൽപ്പായസം കുടിക്കുക. ഒടുക്കം അദ്ദേഹം വരുമ്പോൾ കാണൂല,
ഇവരെല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത്രയും പേര് ടേസ്റ്റ് ചെയ്യണോ? അല്ല, നല്ല പായസം കൊണ്ട് പത്മനാഭൻ്റെ പായസം ഞങ്ങൾ എല്ലാവരും കുടിക്കുക. അങ്ങനെ ഒരു രസം ഉണ്ടായി. ഓക്കെ. അപ്പോൾ പ്രിൻസസ് അതുപോലെ തന്നെ സുബലക്ഷ്മി അമ്മ, MS സുബലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ടെന്നൊക്കെ ഉണ്ട്. എൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ വളരെ ഒരു നൈസ് അൺകോംപ്ലിക്കേറ്റഡ് സ്ത്രീ ആയിരുന്നു അവർ. അവർക്ക് വലിയ ഹൈ ഡയബറ്റീസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകം ചില ഈ കൂരവ് കൊണ്ട് കൊഴുകട്ട പോലെ ആക്കുന്ന അതൊക്കെ അവർ കൊണ്ടുവരും, ഉണ്ടാക്കി കൊണ്ടുവരും. ഇല്ല, ഈ കൂരവൊക്കെ കൊണ്ടുവരും. നമ്മളതിനെ കൊഴുക്കട്ടയാക്കി തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് കൊടുക്കണം. പക്ഷെ വളരെ, എന്നിട്ട് കച്ചേരിക്ക് മുമ്പേ ഇഡ്ഡലിയും സാമ്പാറും, പിന്നെ വലിയ ഇഷ്ടമായിരുന്നു അവിയൽ. അപ്പോൾ കേരളത്തിലെ അവിയൽ വേണമെന്ന് പറഞ്ഞാൽ അതും കൂടെ സൈഡിൽ വെച്ച് കച്ചേരിക്ക് മുമ്പേ കഴിച്ചിട്ട് പോകും. ഇവിടെ നിന്ന് കഴിച്ചിട്ടു. ആ, അപ്പം തമ്പുരാട്ടിയുടെ മോനെ ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ വയ്യാതെ ആയപ്പം വി യൂസ് ടു ഗോ ആൻഡ് സീ ഹർ മദ്രാസിൽ, അവരെ വീട്ടിൽ. അപ്പോൾ ഒരു നേരം വൈകിട്ടത്തെ ചായ അവരെ വീട്ടിലാണ്. അപ്പോൾ ചിലപ്പോൾ പാടാൻ പറയും, അവർ പാടും. അങ്ങനെ കാർത്തിക മഹാരാണിയും അതുപോലെ തന്നെ സുബലക്ഷ്മി ഒരേ ദിവസമാണ് അവർ ജനിച്ചത്. ഐ തിങ്ക് MS രാവിലെയും അമ്മ വൈകിട്ടും, ഒരേ ദിവസം ഒരേ വർഷം. അപ്പോൾ ഐ തിങ്ക് ഭരണിയും കാർത്തികയുമായിട്ട് വരും. അതോ രണ്ടുപേരും പക്ഷേ ഒരേ ദിവസം ജനിച്ചത്.